കുരിശോളമുയരുന്ന സ്നേഹം, കുരിശിൽ മരിച്ചൊരു സ്നേഹം, കുരിശെല്ലാം നീക്കുന്ന സ്നേഹം, ക്രൂശിതനാഥന്റെ സ്നേഹം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മൾ കർത്താവിൻ്റെ തിരുവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരമമായ ലക്ഷ്യം മഹത്വമേറിയ നിത്യജീവനാണ്. ഈ നോമ്പുകാലവേളയിൽ നമ്മളെവിടെയാണ് നോമ്പ് അവസാനിക്കുന്നത്? മഹത്വമേറിയ നമ്മുടെ ഈശോയുടെ ഉത്ഥാനത്തിൽ. അതുപോലെ നമ്മളോട് പറയുന്നത്, ഈ ധ്യാനങ്ങളൊക്കെ, ഈ വിചിന്തനങ്ങളൊക്കെ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം: കർത്താവിൽ വിലയം പ്രാപിക്കാനുള്ള അഭിവാഞ്ച. അത് നമ്മളെപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അതിന് തക്കതായ, അതിന് യോഗ്യമായ വഴിയിലൂടെ ചരിക്കൂ. അല്ലെങ്കിൽ ചരിക്കില്ല. ഇത് പെട്ടെന്നൊരു ദിവസം നമ്മുടെ ആവശ്യം നടക്കാൻ വേണ്ടി ഓടിക്കൂടുന്ന ധ്യാനമന്ദിരത്തിലെ പ്രാർത്ഥനയല്ല. ധ്യാനമന്ദിരത്തിൽ നമ്മൾ ഓടിക്കൂടുന്നതിന് വേണ്ടിയാണ്? നമ്മുടെ കാര്യം നടന്നു കിട്ടണം. അത് നടന്നു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിട്ടുണ്ട്, 79 മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, ധ്യാനമന്ദിരങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ കൂടും. എല്ലാവരുടെയും ലക്ഷ്യം അവരവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടുക. അത് കർത്താവ് നടത്തി കൊടുക്കണം. കർത്താവ് നടത്തി കൊടുക്കും. ചിലതൊക്കെ കർത്താവിന് ഉചിതമെന്ന് തോന്നുന്നതൊക്കെ കർത്താവ് നടത്തി കൊടുക്കും. ഇത് നടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ, സ്നേഹമുള്ളവർ, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ആ വ്യക്തി, ആ സമൂഹം, ആ കുടുംബം ആ ധ്യാനമന്ദിരത്തിൻ്റെ അയലത്ത് പോകില്ല. അതോടുകൂടി പ്രാർത്ഥന കഴിഞ്ഞു. എൻ്റെ കാര്യം നടന്നു കിട്ടിയല്ലോ, അത് മതി. ഇതാണ് നമ്മളുടെ ചിന്ത. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മളിപ്പോൾ ഈ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യം പ്രാപിക്കാനാണ്: ദൈവസന്നിധിയിൽ എത്തിച്ചേരുക. ദൈവസന്നിധിയിൽ എത്തിച്ചേരുക എന്ന് മാത്രമല്ല, നമ്മുടെ ആത്മാവ് ദൈവത്തിൽ ലയിക്കത്തക്ക വിധത്തിൽ യോഗ്യത നേടിയായിരിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? അത് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചതുകൊണ്ട് മാത്രം സാധ്യമാണോ? സാധ്യമാണ്. പ്രൊവൈഡഡ് ആ ധ്യാനത്തിൽ നമ്മൾ ധ്യാനിച്ച ആ കർത്താവിൻ്റെ നിയമം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സഹോദരനോടൊപ്പം ദൈവത്തെ സ്നേഹിക്കാൻ സന്നദ്ധമാകുന്ന ആ പ്രവൃത്തിയിലൂടെയാണ് നാം ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ യോഗ്യത നേടുക. അപ്പോൾ ഇന്ന് ഈ 21-ാം ദിവസം നമ്മൾ കർത്താവിൻ്റെ വചനം വായിക്കാൻ പോവുകയാണ്. ഇന്നത്തെ സുവിശേഷ വായന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് 19-ാം അധ്യായം 1 മുതൽ 10 വരെ തിരുവചനങ്ങളാണ്. ഇവിടെ കർത്താവ് ആ ഭാഗം മുഴുവനും കൂടി സംക്ഷിപ്തമായി ഒരൊറ്റ വാക്കിൽ പറയുന്നുണ്ട്: ഈ ഭവനത്തിന് ഇന്ന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഏത് ഭവനത്തിന്? ഞാനാകുന്ന കർത്താവിൻ്റെ ഈ ഭവനത്തിന്, നിങ്ങൾ ഓരോരുത്തരുമാവുന്ന കർത്താവിൻ്റെ ഭവനങ്ങൾക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. അതൊരാൾക്ക് മാത്രമല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ഭവനത്തിന് യോഗ്യമായ വിധത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക്, അവർക്കാണ് ഈ രക്ഷ. നമുക്ക് ആ വചനം ഒന്ന് വായിച്ചു നോക്കാം. കർത്താവിൻ്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം. സക്കേവൂസിൻ്റെ ഭവനത്തിൽ. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ്
എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചിട്ടെടുത്തുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ഈശോയെ അങ്ങേക്ക് സ്തുതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പല പ്രാവശ്യവും പല വേദികളിലും വെച്ച് പല വിധത്തിൽ ധ്യാനിച്ചുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഇത്, സക്കേവൂസിൻ്റെ ഭവനത്തിൽ. നമുക്കത് നോക്കുമ്പോൾ ഈ സക്കേവൂസിൻ്റെ കഥയിലൂടെ കർത്താവ് പല സത്യങ്ങളും നമ്മോട് വെളിപ്പെടുത്തുകയാണ്. വ്യക്തിപരമായി നമ്മ ഓരോരുത്തരോടും വെളിപ്പെടുത്തുകയാണ്. ഇവിടെ സക്കേവൂസ് ധനാഢ്യനാണ്, ചുങ്കക്കാരിൽ പ്രധാനനാണ്, അധികാരമുള്ളവനാണ്, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുണ്ടെന്ന് അവൻ തന്നെ നടിക്കുന്നവനാണ്. എന്നാൽ സമൂഹത്തിലെ യഹൂദർ അവനെ അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. എന്തായതിന് കാരണം? അവൻ ചുങ്കം പിരിക്കുന്നവനാണ്. ചുങ്കം പിരിക്കുന്നവർക്കാർക്കും മുഖനോട്ടമില്ല. അവർക്ക് വായ തോന്നിയത് അവർ പിരിക്കും. ചുങ്കം എന്ന് വെച്ചാൽ കരം പിരിക്കൽ. അപ്പോൾ പറമ്പിൻ്റെ കരമായാലും വീടിൻ്റെ കരമായാലും തൊഴിൽ ചെയ്യുന്ന മേഖലയുടെ കരമായാലും ബിസിനസ് ചെയ്യുന്നവൻ്റെ കരമായാലും ഒക്കെ അവന് ഇഷ്ടമുള്ളതാണ് ചോദിച്ച് വാങ്ങുക. ഇഷ്ടമുള്ളത് അവൻ നേരത്തെ ഏതാണോ മൂഡ്, ആ മൂടനുസരിച്ച് അവൻ പറയും, ഇന്ന് 10,000 രൂപ തരണം, അല്ലെങ്കിൽ ഇന്ന് 1000 രൂപ തരണം, അല്ലെങ്കിൽ ഇന്ന് 10 രൂപ തരണം, 100 രൂപ തരണം. ഇതൊക്കെ അത് അവൻ്റെ ഹിതമാണ്. കാരണം അവന് അധികാരമുണ്ട്, അവൻ ചുങ്കക്കാരിൽ പ്രധാനനുമാണ്. അങ്ങനെയുള്ള ഈ സക്കേവൂസ് കർത്താവിനെ പറ്റി കേട്ട് കാണും, യേശുവിനെ പറ്റി കേട്ട് കാണും. കാരണം യേശു അവൻ്റെ സമീപ ദേശങ്ങളിലൊക്കെ തൻ്റെ ജീവദായകമായ വചനം പ്രഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൻ ആരോടെങ്കിലൊക്കെ ചോദിച്ചു കാണും, ആരാണവൻ? ആൾ പറഞ്ഞു കാണും, അവൻ നസ്രായനായ യേശുവാണ്. അവൻ സ്വർഗത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. തമ്മിൽ സ്നേഹിക്കണമെന്നും തമ്മിൽ ആദരിക്കണമെന്നും തമ്മിൽ സഹായിക്കണമെന്നും ഒക്കെയാണ് അവൻ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിനക്ക് അദ്ദേഹത്തെ അറിയില്ലേ? അപ്പൊ ഇവൻ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യവും. ഇങ്ങനെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ സക്കേവൂസ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് അവനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. ഞാൻ പറയും, കർത്താവിൻ്റെ ആത്മാവ് സക്കേവൂസിലുള്ള ആത്മാവിനെ പ്രചോദിപ്പിച്ചു. അവൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ആത്മാവിനെ ദർശിക്കാൻ വേണ്ടി. നാച്ചുറലായിട്ടും ഈ സക്കേവൂസ് ആഗ്രഹിക്കുകയാണ്, എനിക്ക് അവനെ, യേശുവിനെ, രക്ഷകനായ ദൈവത്തെ കാണണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് അവൻ നിശ്ചയിക്കുകയാണ്, ഇന്ന ദിവസം കർത്താവ് ഇവിടെ വരും, എനിക്ക് പോയി അദ്ദേഹത്തെ കാണണം. എന്നാൽ കർത്താവിൻ്റെ സമീപെ 1000-ങ്ങളും 10,000-ങ്ങളുമാണ് കൂടുന്നതെന്നുള്ള യഥാർത്ഥമായ അറിവ് അവനുണ്ടായിരുന്നില്ല. അവൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ 1000-ങ്ങളും 10,000-ങ്ങളുമാണ്
കർത്താവിൻ്റെ ചുറ്റുമായി സമ്മേളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പിൻചെല്ലുന്നത്. ഇവൻ എങ്ങനെ എനിക്ക് കാണാൻ സാധിക്കും? ഈ വലിയ ജനക്കൂട്ടത്തിൽ എങ്ങനെ എനിക്ക് കർത്താവിനെ കാണാൻ സാധിക്കും? ഞാനാണെങ്കിൽ പൊക്കം കുറഞ്ഞവനാണ്. അവന് അംഗീകരിച്ചു. കാരണം ഫിസിക്കലായി പൊക്കം കുറയുന്നത് കൊണ്ട് അവന് ചില കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുകയില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ സ്വയം പറഞ്ഞു, ഞാൻ അവനെ കാണും. അങ്ങനെ ഈ സമൂഹത്തിലൂടെ അവൻ മുന്നോട്ട് ഓടിയിട്ട് അവിടെ ഒരു മരമുണ്ട്, സിക്കമോർ മരം. ആ മരത്തിൽ കയറി ഇവൻ ഇരിക്കുക. ആ മരം ഇന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ മരം ഇന്നും അവിടെ നിൽപ്പുണ്ട്. അവൻ കയറി അവൻ വാസ്തവത്തിൽ, ഞാൻ പറഞ്ഞു, സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് അഭിമാനിക്കുന്നവനാണ്. വലിയ ധനാഢ്യനാണ്. ഒരു ധനാഢ്യൻ, സമൂഹത്തിൽ ചിലരാൽ മാനിക്കപ്പെടുന്നവൻ, അവൻ ഇങ്ങനെ മരത്തിൽ പിടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അത് അസംഭാവ്യമല്ലേ? എന്നാൽ ഈ സക്കേവൂസ് അതെല്ലാം മറന്നിട്ട് അവൻ ഈ മരത്തിലേക്ക് പൊത്തിപ്പിടിച്ച് കയറുകയാണ്. അവൻ കയറി. അവൻ്റെ ലക്ഷ്യം എന്താണ്? യേശുവിനെ എനിക്ക് കാണണം. അവൻ കയറി ആ സിക്കമോർ മരത്തിൻ്റെ ഇലകളുടെ ഉള്ളിൽ അവൻ മറഞ്ഞു. കാരണം അവനറിയാം, ഈ വരുന്നവൻ എല്ലാം അറിയുന്നവനാണ് എങ്കിൽ തന്നെയും അവൻ ഒരു യഹൂദനാണ്. അവൻ ഒരുപക്ഷെ എനിക്ക് കപ്പം തരുന്നവനായിരിക്കാം എന്നൊക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവൻ കയറി അവിടെ മറഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സ് വായിക്കുന്ന യേശു, എല്ലാവരുടെയും ഹൃദയവിചാരങ്ങൾ അകലിൽ നിന്ന് മനസ്സിലാക്കുന്ന യേശു ആ വഴിയിലൂടെ തന്നെ കടന്നു വന്നു. ആ വഴിയിലൂടെ തന്നെ കടന്നു വരിക മാത്രമല്ല, ആ സിക്കമോർ മരത്തിൻ്റെ കീഴെ വന്നു നിന്നുകൊണ്ട് പറയുകയാണ്, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. അവനെങ്ങനെ മനസ്സിലായി ഇത് സക്കേവൂസ് ആണെന്ന്? കർത്താവാണ് അവൻ ദൈവമാണ്. ദൈവം സൃഷ്ടിച്ചവനാണ്. ആ സൃഷ്ടിച്ച ഈ വ്യക്തിയുടെ കീഴിൽ നിന്നുകൊണ്ട് പറയുകയാണ്, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങി വരികയാണ്. യേശു വീണ്ടും പറഞ്ഞു, എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന്. സക്കേവൂസ് യഥാർത്ഥത്തിൽ അവനെ കാണാൻ വേണ്ടി മാത്രമാണ് ആഗ്രഹിച്ചത്, അവൻ്റെ ആത്മാവ് പ്രചോദിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഇവനൊന്ന് ആഗ്രഹിച്ചു, ഇതാ 10,000 വർദ്ധിച്ചു. സൃഷ്ടാവ് ഈ സൃഷ്ടിയുടെ ഭവനത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ഈ സൃഷ്ടിയോട് കൂടെ ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അവനെ വളരെ സന്തോഷത്തോടുകൂടി ഈ സക്കേവൂസ് ആനയിച്ചിട്ടുണ്ടാവും. അവൻ്റെ വീട്ടിലേക്ക് ആനയിച്ചു. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കർത്താവും തൻ്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്ന ബഹുമാന്യരെന്ന് അഭിനയിക്കുന്ന ഫരിസയരും മറ്റെല്ലാവരും, നിയമജ്ഞരൊക്കെ ഉണ്ടായിരിക്കും, അവരെല്ലാവരും കൂടെ കയറി ആ ഭവനത്തിലിരുന്നു. കർത്താവ് ഒന്നും പറഞ്ഞില്ല. കർത്താവ് ഒരുപക്ഷെ അവൻ്റെ മനസ്സിലേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കാണും. അവൻ്റെ ഹൃദയത്തിൽ അഴുക്കുകളെ കണ്ടു കാണും. അവൻ്റെ ഹൃദയത്തിലുള്ള ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടു കാണും. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് സക്കേവൂസ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റിട്ട് പറയുകയാണ്, കർത്താവേ, എൻ്റെ സ്വത്ത്, ഞാൻ ഇങ്ങനെയെല്ലാം സമ്പാദിച്ചതാണെന്ന് എനിക്കറിയാവുന്ന ആ സ്വത്ത് ഞാനിതാ പകുതി ദരിദ്രർക്കായി നിന്റെ മുമ്പിൽ വെച്ച് വിളമ്പാൻ ആഗ്രഹിക്കുന്നു, വിളമ്പാൻ പോകുന്നു. അപ്പോഴും കർത്താവ് ഒന്നും മിണ്ടിയില്ല. കാരണം എന്താണ്? ബാക്കിയുള്ള സ്വത്തുക്കൾ മുഴുവനും വഞ്ചിച്ചും തട്ടിച്ചും മനുഷ്യരെ പറ്റിച്ചും എടുത്തതാണെന്ന് കർത്താവ് കണ്ട് അവൻ്റെ ഹൃദയത്തിൽ വായിച്ചിട്ട് അത് ഒരുപക്ഷെ അവൻ്റെ ആത്മാവിനോട് പറഞ്ഞു കാണും, ഇത് മുഴുവനും നീ വഞ്ചിച്ചെടുത്തതല്ലേ? അവൻ മനസ്താപത്തോടെ പറയുകയാണ്, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ 1 4 ഇരട്ടിയായി തിരികെ നൽകാൻ ഞാൻ സന്നദ്ധനാണ്.
എനിക്കുള്ളത് പങ്കുവയ്ക്കാൻ ഞാൻ സന്നദ്ധനാണ്. ഇതെന്റേതല്ല എന്ന് ഇപ്പം എനിക്ക് ബോധ്യമായി. ഇത് അന്യന്റെ സ്വത്തുക്കളാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് ഞാൻ കബളിപ്പിച്ചെടുത്തതാണ്, ഇത് ഞാൻ വഞ്ചിച്ചെടുത്തതാണ്, ഇത് ഞാൻ തട്ടിച്ചെടുത്തതാണ് എന്നൊക്കെ എനിക്കിപ്പോൾ ബോധ്യമായി. അതുകൊണ്ട് കർത്താവേ, ഞാനിതാ പങ്കുവയ്ക്കാൻ പോകുന്നു, എന്നെ അനുഗ്രഹിക്കണമേ എന്നായിരിക്കും ഒരു പക്ഷേ അവൻ പ്രാർത്ഥിച്ചത്. കർത്താവ് അപ്പോഴാണ് പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഏത് ഭവനത്തിന്? സക്കേവൂസാകുന്ന ആ ശരീരത്തിൽ, ദൈവാത്മാവ് വസിക്കുന്ന ആ ശരീരത്തിന് രക്ഷ വന്നിരിക്കുന്നു. അതോടുകൂടെ ആ ഭവനത്തിലുള്ള വ്യക്തികൾക്കും അവന്റെ കുടുംബത്തിനും രക്ഷ കൈവന്നു എന്ന് കർത്താവ് അസന്നിഗ്ധം പ്രഖ്യാപിക്കുകയാണ്. നമുക്കും ഇത് ബാധകമാണ്. ഓരോ കുടുംബത്തിനുള്ള ഒരു വ്യക്തിയെങ്കിലും കർത്താവിന്റെ സന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിയാൻ എന്നാഗ്രഹിക്കുന്നുവോ, എന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ ഇംഗിതം നിറവേറ്റാൻ തയ്യാറാകുന്നുവോ, ആ നിമിഷം ആ വ്യക്തിയും അവന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള സത്യം ഇന്നും അത് പ്രാബല്യത്തിലുണ്ട്. നാം മാത്രമല്ല, നമ്മുടെ സഭയും രക്ഷ പ്രാപിക്കണമോ, യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് പ്രവേശിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സന്നദ്ധമാകുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബമാകുന്ന ഈ സഭയും തീർച്ചയായും രക്ഷ പ്രാപിക്കും എന്ന് നമുക്ക് കർത്താവിൽ പ്രത്യാശിക്കാം. ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ വർത്തിച്ചു പോയ എല്ലാ അപരാധങ്ങളും ഞങ്ങൾ ഇതാ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ അഹന്തയും അഹങ്കാരവും ധിക്കാരവും മൂലം ഞങ്ങൾ പലതും പ്രവർത്തിച്ചു, പലരെയും വഞ്ചിച്ചു, പലരെയും ചതിച്ചു. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് മാപ്പും വെറുതെയും നൽകണമേ കർത്താവേ. ഞങ്ങൾ അറിഞ്ഞില്ല കർത്താവേ, ഇതിൻ്റെ ആഘാതം ഇത്ര വലുതായിരിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ അറിയായിക എന്തുകൊണ്ട്? അങ്ങയുടെ വചനം ഞങ്ങൾ പാലിച്ചില്ല. അങ്ങയുടെ വചനം പാലിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിയുമായിരുന്നു ഇന്നതിന്നത് ചെയ്താൽ നിനക്ക് നാശം സംഭവിക്കുമെന്ന്. അതെല്ലാം ഞങ്ങൾ ഇതാ ഇപ്പോൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളോടും ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരോടും ഞങ്ങളുടെ മക്കളോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ സഭയോട് കരുണയായിരിക്കണമേ കർത്താവേ. തെറ്റുതിരുത്തി അങ്ങിലേക്ക് നടന്നെടുക്കുവാൻ അങ്ങയുടെ ആഗ്രഹമനുസരിച്ച് ജീവിച്ച് ഞങ്ങളുടെ ആത്മാവും സകല മനുഷ്യരുടെയും ആത്മാക്കൾ ദൈവത്തിൽ വിലയം പ്രാപിക്കാനുള്ള യോഗ്യതയിലേക്ക് ഞങ്ങളെ അങ്ങ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കന്യാമറിയമേ, ദൈവമാതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നിങ്ങളെല്ലാവരും മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ഗ്രീഷ്മരാത്രിയിൽ പുലർക്കാല സ്വപ്നമായി മാലാഖചാരി അണഞ്ഞ നേരം കുരിശോളമുയരുന്ന സ്നേഹം, കുരിശിൽ മരിച്ചൊരു സ്നേഹം, കുരിശെല്ലാം നീക്കുന്ന സ്നേഹം, ക്രൂശിതനാഥന്റെ സ്നേഹം.